ഹാക്കേഴ്സിന് ഒരു ആൻഡ്രോയിഡ് ഫോൺ കോംപ്രമൈസ് ചെയ്യാൻ ഒരുപാടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു പേലോഡ് ക്രിയേറ്റ് ചെയ്ത് അത് ഫോണിലേക്ക് സെൻഡ് ചെയ്ത് അതിനെ ക്ലിക്ക് ചെയ്യിപ്പിച്ചാൽ മതി. ഹാക്കേഴ്സിന് നിങ്ങളുടെ ഫോണിൽ ഫുൾ ആക്സസും കിട്ടും. ഈ വീഡിയോയിലൂടെ ഒരു പേലോഡ് ക്രിയേറ്റ് ചെയ്ത് ആൻഡ്രോയിഡ് ഡിവൈസിൽ സെൻഡ് ചെയ്ത് എങ്ങനെ അതിനെ റിമോട്ട് ആക്സസ് എടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു പേലോഡ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് MSF Venom. ഈ ടൂൾ യൂസ് ചെയ്ത് പേലോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ MSF Venom ടൂൾ യൂസ് ചെയ്ത് ഒരു APK ഫയൽ ക്രിയേറ്റ് ചെയ്യും. ആ ഫയൽ വിക്ടിം മെഷീനിൽ സെൻഡ് ചെയ്ത് വിക്ടിം ക്ലിക്ക് ചെയ്യുമ്പോൾ റിവേഴ്സ് ഷെല്ല് കിട്ടും. അതായത് ഒരു റിമോട്ട് കണക്ഷൻ നമ്മുടെ കാളി ലിനക്സിൽ കിട്ടും. പേലോഡ് എന്ന് വെച്ചാൽ ഒരു മലീഷ്യസ് കോഡാണ്. ഒരു സിസ്റ്റത്തിൽ അത് എൻ്റർ ചെയ്താൽ ആ സിസ്റ്റത്തിൽ കുറച്ച് ആക്ടിവിറ്റീസ് അത് ചെയ്യും. ഇവിടുത്തെ കേസാണെങ്കിൽ ഒരു റിവേഴ്സ് ഷെല്ല് എടുക്കുക. ടെർമിനലിൽ MSF Venom എന്ന് ടൈപ്പ് ചെയ്താൽ ഈ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് അവിടെ കിട്ടും. ഇവിടെ നോക്കിയാൽ -p യൂസ് ചെയ്തിട്ടാണ് പേലോഡ് കൊടുക്കുന്നത്. എൽഹോസ്റ്റ് കൊടുത്തിട്ടാണ് അറ്റാക്കർ മെഷീൻ്റെ IP അഡ്രസ്സ് കൊടുക്കുന്നത്. ഇവിടെയാണെങ്കിൽ കാളി ലിനക്സിൻ്റെ IP അഡ്രസ്സ് കൊടുക്കും. -f യൂസ് ചെയ്തിട്ടാണ് ഏത് ഫോർമാറ്റിലാണ് ഈ ഫയൽ വേണ്ടതെന്ന് കൊടുക്കേണ്ടത്. വിൻഡോസ് ആണെങ്കിൽ .exeയും ആൻഡ്രോയിഡ് ആണെങ്കിൽ APKയും ആണ് കൊടുക്കുക. -o കൊടുത്തിട്ട് ഫയലിൻ്റെ നെയിമും ഏത് ലൊക്കേഷനിൽ ഈ ഫയൽ സേവ് ആകണം എന്ന് കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് പേലോഡ് വേണം. ഇവിടെ നമുക്ക് വേണ്ട പേലോഡ് ആൻഡ്രോയിഡ് മീറ്റർപ്രീറ്റർ റിവേഴ്സ് _TCP ആണ്. MSF Venom -l പേലോഡ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ MSF Venomത്തിലുള്ള എല്ലാ പേലോഡ്സിൻ്റെ ലിസ്റ്റും കിട്ടും. അതിൽ നമുക്ക് വേണ്ട പേലോഡ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ആൻഡ്രോയിഡ് മീറ്റർപ്രീറ്റർ റിവേഴ്സ് _TCP എന്ന് സെർച്ച് ചെയ്താൽ ആ പേലോഡ് അവിടെ കാണാം. ഇനി അടുത്തത് പേലോഡ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ടെർമിനലിൽ MSF Venom എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് -p കൊടുത്ത് പേലോഡിൻ്റെ പേര് കൊടുക്കുക. ആൻഡ്രോയിഡ് മീറ്റർപ്രീറ്റർ റിവേഴ്സ് _TCP എന്ന് കൊടുത്തതിന് ശേഷം എൽഹോസ്റ്റ് കൊടുക്കണം. എൽഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാളി ലിനക്സിൻ്റെ IP അഡ്രസ്സാണ് കൊടുക്കുന്നത്. ടെർമിനലിൽ IP സ്പേസ് A എന്ന് കൊടുത്താൽ കാളി ലിനക്സിൻ്റെ IP അഡ്രസ്സ് കാണാം. 192.168.1.3 ആണ് കാളി ലിനക്സിൻ്റെ IP അഡ്രസ്സ്. അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് L പോർട്ട് കൊടുക്കണം. ഏത് പോർട്ടിലൂടെയാണ് സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് L പോർട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 4444 എന്ന് കൊടുത്താൽ ഈ പോർട്ടിലൂടെയായിരിക്കും സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം -o കൊടുത്ത് ആപ്പിൻ്റെ നെയിം കൊടുക്കണം. ഇവിടെ ഞാൻ CAM എന്നാണ് കൊടുക്കുന്നത്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് .apk എന്നും കൂടി കൊടുക്കണം. അത് കൊടുത്ത് എൻ്റർ അടിച്ചു വെച്ചാൽ ആപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇനി ലിസ്റ്റ് കമാൻഡ് യൂസ് ചെയ്ത് അത് ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ CAM.apk എന്ന് പറഞ്ഞാൽ ആ ആപ്പ് അവിടെ കാണാം. ഇനി അടുത്തത് ഒരു ലിസണറിനെ സെറ്റ് ചെയ്യണം. എന്നാലും വിക്ടിം ആപ്പ് റൺ ചെയ്യുമ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടുള്ളൂ. അതിലൂടെ ആയിരിക്കും എൽസും എല്ലാം ആക്സസ് ചെയ്യും. MSF കൺസോൾ യൂസ് ചെയ്തിട്ടാണ് ലിസണറിനെ സെറ്റ് ചെയ്യുന്നത്. MSF കൺസോൾ എന്ന് ടെർമിനൽ ടൈപ്പ് ചെയ്താൽ അത് ലോഡായി ഓപ്പൺ ആകും. മൾട്ടി ഹാൻഡ്ലർ എന്ന എക്സ്പ്ലോയിറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ലിസൺ ചെയ്യാൻ വേണ്ടി. യൂസ് എക്സ്പ്ലോയിറ്റ് മൾട്ടി ഹാൻഡ്ലർ എന്ന് ടൈപ്പ് ചെയ്താൽ ആ എക്സ്പ്ലോയിറ്റിലേക്ക് കയറിയത് കാണാം. ഇനി ഏത് പേലോഡ് യൂസ് ചെയ്തിട്ടാണ് ആപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ പേലോഡ് ഇവിടെ കൊടുക്കണം. അതിനുവേണ്ടി സെറ്റ് പേലോഡ് ആൻഡ്രോയിഡ് മീറ്റർപ്രീറ്റർ റിവേഴ്സ് _TCP എന്ന് കൊടുക്കുക. ഇതിവിടെ കൊടുക്കുന്നത് മൾട്ടി ഹാൻഡ്ലറും റിവേഴ്സ് TCP പേലോഡും ആയിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. അത് സെറ്റ് ചെയ്തതിന് ശേഷം ഷോ ഓപ്ഷൻസ് എന്ന് കൊടുത്താൽ ഈ പേലോഡിൽ ഇനി എന്തെല്ലാം ഓപ്ഷൻസ് സെറ്റ് ചെയ്യണം എന്നുള്ള അതവിടെ കിട്ടും. ഇവിടെ L ഹോസ്റ്റ് സെറ്റ് ചെയ്യണം. പിന്നെ L പോർട്ട് ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 4444 എന്ന്. ഇനി L ഹോസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് L ഹോസ്റ്റ് കാളി ലിനക്സിന്റെ IP അഡ്രസ് അവിടെ കൊടുക്കുക. അത് എൻ്റർ അടിച്ചതിന് ശേഷം റൺ കമാൻഡ് യൂസ് ചെയ്ത് റൺ ചെയ്താൽ ഒരു TCP ഹാൻഡ്ലർ പോർട്ട് 4444 IP അഡ്രസ് 192.168.1.3 റൺ ആവും. ക്രിയേറ്റ് ചെയ്ത ആപ്പിന് ആൻഡ്രോയിഡ് ഡിവൈസിൽ സെൻഡ് ചെയ്യണം. അതിനുവേണ്ടി കാളി ലിനക്സിൽ ഒരു പൈത്തൺ സെർവർ ക്രിയേറ്റ് ചെയ്യണം. ടെർമിനലിൽ -3 -m http.server 8000 എന്ന് ടൈപ്പ് ചെയ്താൽ ഒരു പൈത്തൺ സെർവർ ഇവിടെ ക്രിയേറ്റ് ആവും. കാളി ലിനക്സ് ഒരു സെർവർ പോലെ ആക്ട് ചെയ്ത് ലോക്കൽ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത മെഷീൻസിനെ എല്ലാം കാളി ലിനക്സിലുള്ള ഫയൽസ് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ പൈത്തൺ സെർവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ജെനിമോഷനിൽ റൺ ചെയ്യുന്ന ആൻഡ്രോയിഡ് മെഷീനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഡെമോയ്ക്ക് വേണ്ടി. അതിൽ ക്രോം ഓപ്പൺ ചെയ്ത് കാളി ലിനക്സിന്റെ IP അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം കോളൻ കൊടുത്ത് പോർട്ട് നമ്പർ കൊടുക്കുക 8000 / കൊടുത്ത് ആപ്പിന്റെ നെയിം കൊടുത്താൽ CAM.apk എന്ന് കൊടുത്താൽ ആ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവും. ഇവിടെ വാണിംഗ് വരുന്നുണ്ട്, കീപ്പ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്, അത് ഓപ്പൺ എന്ന് കൊടുത്താൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഇവിടെ ആപ്പിന് എന്തൊക്കെ ആക്സസ് കൊടുക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ആപ്പിന് ഫുൾ ആക്സസ് കൊടുക്കുകയാണ്. എല്ലാ പെർമിഷൻ ഇനേബിൾ ആക്കി കൊടുക്കുകയാണ്. ലൊക്കേഷൻ, ക്യാമറ, മൈക്ക് അങ്ങനെയല്ല. ഇനി കണ്ടിന്യൂ കൊടുത്താൽ ഇവിടെ കാളി ലിനക്സിൽ ഒരു റിമോട്ട് കണക്ഷൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ടെർമിനലിൽ sysinfo എന്ന് കൊടുത്താൽ ഇവിടെ ഇതിന്റെ ഔട്ട്പുട്ട് കാണാം. OS എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ആണ്. ആൻഡ്രോയിഡ് 10 ഇത് റൺ ആവുന്നത്. അതവിടെ കാണാം. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ യൂസർ നെയിം അറിയാൻ വേണ്ടി get UID എന്ന് കൊടുത്താൽ
അതിൻ്റെ യൂസർ നെയിം ഇവിടെ കിട്ടും. പിന്നെ ഈ ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ ക്യാമറൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വെബ് ക്യാം _ലിസ്റ്റ് എന്ന് കൊടുത്താൽ ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ട് കാണാം. ബാക്ക് ക്യാമറ, ഫ്രണ്ട് ക്യാമറ എന്ന് പറയും. അതുമാത്രമല്ല പിന്നെ കോൾ ലോഗ്സ് കിട്ടാൻ വേണ്ടി ഡംപ് _കോൾ ലോഗ് എന്ന് കൊടുത്താൽ അതിൽ വല്ല കോൾ ലോഗ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എൻട്രീസ് കാളി ലിനക്സിൽ ഡൗൺലോഡായി കിട്ടും. PW എന്ന് കൊടുത്താൽ ഏത് ഡയറക്ടറിയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് കാണാം. പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി. ഇവിടെ അതിൻ്റെ റിസൾട്ടിൽ / എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് റൂട്ട് ഡയറക്ടറിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ ആൻഡ്രോയിഡ്സിലെ ഫയൽസ് എല്ലാം ഇവിടെ കാണാം. ഇതിൽ SD കാർഡ് എന്ന ഫയൽ ലൊക്കേഷനിൽ പോയി നോക്കാം. CD കമാൻഡ് യൂസ് ചെയ്ത് ആ ഫയലിൻ്റെ ഉള്ളിലേക്ക് പോകും. അതിൽ നോക്കിയാൽ DCIM, ഡൗൺലോഡ്സ്, പിക്ചേഴ്സ്, അങ്ങനെ കുറേ ഫോൾഡേഴ്സ് കാണാം. ഡൗൺലോഡ്സ് ഫയൽസിൽ നോക്കിയാൽ cam.apk എന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സെൻഡ് ചെയ്ത ഡൗൺലോഡ് ചെയ്ത ആപ്പ് അവിടെ കാണാം. പിന്നെ DCIM ഫയലിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത എല്ലാ വീഡിയോസും ഫോട്ടോസും അതിൻ്റെ ഉള്ളിലായിരിക്കും സ്റ്റോർ ആവുക. VMൽ റൺ ചെയ്യണത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒന്നുമില്ല. ഇനി ഇതുപോലുള്ള അറ്റാക്സിൽ നിന്നും ഫോണിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കാം. അൺനോൺ സോഴ്സസിൽ നിന്നും ഒരിക്കലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യരുത്. ട്രസ്റ്റഡ് ആയ സോഴ്സിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ആപ്പ് പെർമിഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു ആപ്പ് റൺ ചെയ്യാൻ വേണ്ടി മൈക്രോഫോണിൻ്റെ ക്യാമറൻ്റെ ആവശ്യമില്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്തിടുക. ഇവിടെ കൊടുത്തതുപോലെ ഒരു ആപ്പിന് എല്ലാ പെർമിഷൻസും കൊടുക്കാതിരിക്കാൻ നോക്കുക. അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനേബിൾ ചെയ്യുക. പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അൺനോൺ ഡിവൈസിലോ വൈഫൈയിലോ കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സസ്പീഷ്യസ് ആയ ലിങ്കിലോ അല്ലെങ്കിൽ QR ക്ലിക്ക് ചെയ്യരുത്.